ഇന്നിപ്പോ ഡിവോഴ്സിന്റെ കേസ് എന്തായി എന്നൊന്നും ആരും എന്നോടൊന്നും ചോദിക്കില്ല. നേരെ മറിച്ച് അതൊരു വലിയ നേതാവോ അതല്ലെങ്കിൽ വല്ല സിനിമ രാഷ്ട്രീയത്തില് മറ്റ് ഏതെങ്കിലും മേഖലയിൽ നിൽക്കുന്ന ഒരു വലിയ ആളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇങ്ങനെ ഒറ്റ നോക്കും. അതാണിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന്റെ കുറച്ച് മുന്നേ സരിത, അത് സോളാർ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതൊന്നുമല്ല, ഇതിനേക്കാൾ അപ്പുറത്തെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ അപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ശരിക്കും പ്രശ്നം എന്ന് വെച്ചാല്, ഒരു പുരുഷന്, എന്നെ സംബന്ധിച്ച് എന്റെ പ്രശ്നം ചെറുതാ, അതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ നേരിട്ടത്. ഇപ്പൊ അതാ സിനിമാ മേഖലയിലുള്ള, മലയാള സിനിമാ മേഖലയിൽ, ഇനി കുറച്ച് കഴിഞ്ഞാൽ കന്നഡ സിനിമാ മേഖലയിലും തമിഴ് സിനിമാ മേഖലയിലും അതുപോലെ ഹിന്ദി, എല്ലാ മേഖലയിലും ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ വരും. ഒരു സംശയം വേണ്ട. ഇതിന്റെ കാരണം എന്താണെന്നറിയാം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആത്മീയമായിട്ടുള്ളൊരു കാര്യം. അതായത് ഒന്നുമല്ലാതിരുന്ന ആളുകളെ ആരെങ്കിലൊക്കെ ഒന്ന് സഹായിച്ച് മേലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാല് പിന്നെ അവരെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആയാൽ, അതായത് സാധാരണ സ്ത്രീ ഭാര്യയായി കുറച്ച് കഴിഞ്ഞ് അവളുടെ ഒരു നിലയിലും പദവിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, നമുക്ക് ദിലീപിന്റെ വിഷയം, അവർ വളരെ സൗമ്യമായി പിരിഞ്ഞു. ഇപ്പൊ മുകേഷിന്റെ വിഷയമാണെങ്കിൽ അവർ വളരെ സൗമ്യമായി പിരിഞ്ഞു. വേറെ ഒട്ടേറെ സിനിമ മേഖലയിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ളത് ആരും പുറത്തറിയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പല ആളുകളും ഇന്നും കരുതി വെച്ചിട്ടുള്ളത്. അവർ ഏതെങ്കിലും വേറൊരു ഇതിലാണെങ്കിൽ ഇതൊക്കെ പുറത്തു വരും. പക്ഷെ ഇതിന്റെ ഒന്നും കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സ്ത്രീ മാത്രല്ല, അല്ലെങ്കിൽ ആ ഒരു പുരുഷന്റെ മാത്രം പ്രശ്നമായിരിക്കില്ല. ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും ഇതിന്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇതിന്റെ പിന്നിൽ കുറെ ഗൂഢാലോചന ശക്തികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പൊ അത് കാലം തെളിയിക്കും. ഓരോരോ എന്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാക്കിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ടറിയാം. അത് ഞാൻ കല്യാണം കഴിച്ച പെണ്ണ് ഒരാള് മാത്രല്ല, അതിന് വലിയൊരു സപ്പോർട്ട് ഉണ്ടായപ്പോഴാണ് അത് വലിയൊരു പ്രശ്നമായി മാറിയത്. അതേപോലത്തെ ഒരു പ്രശ്നമാണ് ഇപ്പൊ നടക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരിക്കലും കുറച്ച് സ്ത്രീകൾ ഏതെങ്കിലും ഒരു സ്ത്രീക്കോ ഏതെങ്കിലും ഒരു നടിക്കോ എന്തെങ്കിലും പ്രവർത്തകയ്ക്കോ സിനിമാ പ്രവർത്തകയ്ക്കോ നേരിട്ടൊരു പ്രശ്നം കൊണ്ടുണ്ടായതല്ല. ഇതിന്റെ പിന്നിലൊരു ഗ്യാങ് വർക്ക് ചെയ്ത്. അപ്പൊ ഇപ്പൊ ഒരു വലിയൊരു കമ്മിറ്റിയായി, അതിൽ കുറച്ച് നടന്മാരൊക്കെ ചേർത്ത് അവരെ ഇടിക്കാൻ നോക്കും. പക്ഷെ ഒരു ചുക്കും സംഭവിക്കില്ല. അതാണ് നമുക്ക് നമ്മുടെ നിയമത്തിൽ ഉള്ള ഒരു ഗുണം. സ്ത്രീ പുരുഷ തുല്യത അത് തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ആ രീതിയിലാണ്ട് ഇറങ്ങണം കാണാൻ. നമ്മുടെ വരുന്ന ദിവസങ്ങളിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നമ്മുടെ സോളാർ റിപ്പോർട്ടും, ഇതിന്റെയൊക്കെ മുഴുവൻ റിപ്പോർട്ട് എന്തായാലും കുറെ കാലം കഴിഞ്ഞാൽ വരണല്ലോ. ഇനിയിപ്പൊ എൻ്റെ ഡിവോഴ്സിന്റെ റിപ്പോർട്ട് അതും കാണാം എന്താണെന്നുള്ളത്. ഓക്കെ.